അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൺമാസ്കിംഗ് അനോമലീസിൻ്റെ തദബ്ബുർ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ആയത്തിനെ കുറിച്ച് ഒരല്പം ഒന്ന് ആലോചിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആയത്തിലേക്കൊന്ന് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ أَلَا إِنَّهُمْ هُمُ الْمُفْسِدُونَ وَلَكِنْ لَا يَشْعُرُونَ. അപ്പോൾ ഈ ആയത്തുകളുടെ അർത്ഥം വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആരെങ്കിലും പറഞ്ഞാൽ, ലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നന്മ ഉണ്ടാക്കുന്നവർ മാത്രമാണ് എന്നവർ പറയും. അല, എന്നാൽ അറിഞ്ഞേക്കുക, ഇന്നഹും ഹുമുൽ മുഫ്സിദൂന, തീർച്ചയായും അവർ തന്നെയാണ് കുഴപ്പക്കാർ, വലാകിൻ ലാ യശ്ഉറൂൻ, എങ്കിൽ അവരത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ യഥാർത്ഥത്തിൽ കുഴപ്പക്കാരാണ്. അവരോട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ കുഴപ്പക്കാരൊന്നുമല്ല, നമ്മൾ നന്മ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് നമുക്ക് പല സമയത്ത് അത്ഭുതം തോന്നും. ഖുർആൻ ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ചാണോ ഈ പറയുന്നത്, ഇന്ന വ്യക്തികളെ കുറിച്ചാണോ ഈ പറയുന്നത് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയാണ്. ഇപ്പം അതിൽ ഇപ്പോൾ നമുക്ക് ചരിത്രം ഉടനീളം നോക്കിയാൽ, ഇപ്പോൾ ഈ ആധുനിക ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ പോലും ലോകത്തുണ്ടായ മുഴുവൻ പ്രശ്നങ്ങളുടെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ആട്രിബ്യൂട്ട് ചെയ്യല്ല, എന്നാലും അതിൻ്റെ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അധിനിവേശം ചെയ്യുന്നു. ഇപ്പോൾ കൊളോണിയൽ ശക്തികൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളോണിയലിസം മൂന്നാം ലോക രാജ്യങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ കട്ടുമുടിച്ചുകൊണ്ട് പോകുമ്പോഴും അവർ പറയുന്നെന്താ? അതാ, ഞങ്ങൾ അവർക്ക് സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്, അവിടെ നന്മ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ്, ഡെമോക്രസി കൊണ്ടുവരാനാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മുഴുവൻ കുട്ടിച്ചോറാക്കുമ്പോഴും, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ആകട്ടെ, സിറിയ ആകട്ടെ, ഇറാഖ് ആകട്ടെ, ലെബനോൻ ആകട്ടെ, ലിബിയ ആകട്ടെ, ഇങ്ങനെയുള്ള ഇന്ന് വളരെയധികം പ്രയാസകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആ പ്രയാസങ്ങളൊന്നും യാദൃച്ഛികമായി ഉണ്ടായതല്ല, മറിച്ച് ഇത്തരം കുറച്ച് ആളുകൾ അവിടേക്ക് കടന്നു വരികയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ആളുകൾ അവരോട് പറയുമ്പോൾ അവർ പറയുന്നെന്താ? ഞങ്ങളവിടെ ഡെമോക്രസി ഉണ്ടാക്കാൻ പോവുകയാണ്, ഞങ്ങളവിടെ സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ പോവുകയാണ്, ഞങ്ങളവിടെ നന്മ ഉണ്ടാക്കാൻ പോവുകയാണ്, ഞങ്ങളവിടെ പീസ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും അവസാനം ഗാസയിൽ ഒരു വംശഹത്യ നടന്നു. ആ വംശഹത്യ നടന്നിട്ട് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ ഒരു ചെറിയ പ്രദേശത്തെ മാറ്റിയതിന് ശേഷം അതിന് മുഴുവൻ ഫണ്ടിങ്ങും കൊടുത്ത, അല്ലെങ്കിൽ അതിന് മുഴുവൻ ആയുധങ്ങളും കൊടുത്ത അമേരിക്ക തന്നെ എന്ത് ചെയ്യാണ്? ഒരു പീസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെയും ഞങ്ങൾ സമാധാനക്കാരാണ്, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഏറ്റവും വലിയ വംശഹത്യ, ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ വംശഹത്യക്ക് ആയുധം കൊടുത്ത ആളുകൾ ഞങ്ങൾക്ക് നോബൽ പീസ് പ്രൈസ് വേണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ അവർ സ്വയം പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ വരുന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വരുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അവരങ്ങനെ തന്നെയായിരുന്നു. അവർ മുഹമ്മദ് നബീനെയാണ്, നീ എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത്, നീ എന്തിനാ ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ തള്ളിക്കളയുന്നത്, നീ എന്തിനാ അറബികളെ ഭിന്നിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ പ്രധാനമായിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇപ്പോൾ നമ്മളെ ഭിന്നിപ്പിക്കാനാണ്, നമ്മളെ പിതാക്കളെ, പൂർവ്വ പിതാക്കളെ തള്ളിപ്പറയാനാണ് ഇവൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെയും ഇവരൊരു പീസ് മേക്കേഴ്സായി സ്വയം പ്രതിഷ്ഠിക്കുകയാണ്. എന്നിട്ട് അവർ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ യുദ്ധങ്ങൾ നടത്തുകയാണ്. ഇതന്നെയാണ് ഇന്നത്തെ കാലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക മാത്രമല്ല, ഈ അടുത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത് അതാണ്, ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അവിടെ സമാധാനമല്ല, ഇവിടെ സമാധാനമല്ല എന്നിട്ട് ഇവർ ചെയ്യുന്ന എന്താണ്? വംശഹത്യ. പീസ്ഫുൾ മിഡിൽ ഈസ്റ്റ് ആണ് ഞങ്ങളുടെ എത്രത്തോളം പറഞ്ഞാൽ ഇസ്രായേലിനെ കുറിച്ച് അവർ പറയാം, ദ ഒൺലി ഡെമോക്രസി ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ആ ഡെമോക്രസിയിൽ തന്നെ, പറയപ്പെടുന്ന ഡെമോക്രസിയിൽ അറബ് സിറ്റിസൺസിന് പല അവകാശങ്ങളും ഇല്ല, അത് ജൂതന്മാർക്കാണ്. പിന്നെ എങ്ങനെ അത് ഡെമോക്രസി ആവാം? അതേപോലെ സെക്യുലർ നേഷൻ ആണെന്നാണ് പറയുന്നത്, പക്ഷെ കംപ്ലീറ്റ്ലി ഒരു തിയോക്രസി പോണ പോലെയാണ് അത് പോകുന്നത്. പക്ഷേ അവരുടെ അവകാശവാദങ്ങൾ ഇങ്ങനെയാണ്. ശരിക്കും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന, ഖുർആൻ എന്ന് പറഞ്ഞാൽ കേവലം നമ്മളെ ആത്മീയമായി സംസ്കരിക്കുക എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലല്ലോ. നമ്മളെ രാഷ്ട്രീയമായ അടക്കം സ്വാധീനിക്കുന്ന,
നമ്മൾ എന്ത് നിലപാടുകൾ എടുക്കണം, നീതിയോടൊപ്പം നിൽക്കണം, സത്യത്തോടൊപ്പം നിൽക്കണം, നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം, എന്തിൻ്റെ കൂടെ ആയിരിക്കണം ഒരു മുസ്ലിം? എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. കേവലം ചില അവകാശവാദങ്ങൾക്കൊപ്പമല്ല നിൽക്കേണ്ടത് എന്ന ഒരു വലിയ തത്വം കൂടി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം അമേരിക്ക എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവർ പ്രഖ്യാപിച്ച ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് അവർ ഈ പറഞ്ഞ എല്ലാ അധിനിവേശങ്ങളും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം, ആ രാഷ്ട്രം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സയനിസ്റ്റ് പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റാണ് അവർ ചെയ്യുന്നത്, ആ പ്രോജക്റ്റിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ അവർ സ്വയം അവകാശപ്പെടുന്നതാണ് ഇതിലൂടെ പീസാണ് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ സ്വയം അവകാശപ്പെടുന്നത് ഞങ്ങൾ സമാധാനത്തിൻ്റെ ആൾക്കാരാണെന്നാണ്. ഏത് ഇസ്രായേൽ? ഒരേ സമയത്ത് മേലെ നോർത്തിലാണെങ്കിൽ ലെബനോന്, അതുപോലെ തന്നെ ഇപ്പുറത്ത് സിറിയ, അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരു പ്രകോപനമില്ലാതെ ഇപ്പൊ അടുത്ത് സിറിയയുടെ ഡമസ്കസിൽ ആക്രമിച്ചത്, അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലാണെങ്കിൽ അത് സ്ഥിരമായി നടക്കുന്ന ഒരു അക്രമം, ഗാസയിലാണെങ്കിൽ അത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നടത്തുന്ന അക്രമം, ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഫ്രണ്ടിലും നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം സ്വയം പറയണത് ഞങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളാണ്, ഞങ്ങളാണ് സമാധാനം കൊണ്ടുവരുന്ന ആളുകൾ, ഞങ്ങളുടെ ഇന്ന ആളുകളെ കൂടി നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായ യുദ്ധങ്ങളുടെ നൈരന്തര്യം മാത്രം മുന്നിൽ കാണുന്ന ഒരു രാജ്യം. അവർ പോലും സ്വയം അവകാശപ്പെടുന്ന എന്താണ്, ഞങ്ങൾ പീസ് മേക്കേഴ്സാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെന്നുള്ളതാണ്. അത്തരം അവകാശവാദങ്ങൾ ഉണ്ടാകും എന്നുള്ളതും അത് അവരാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കുഴപ്പക്കാർ എന്നുള്ളതുമാണ് വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള മറ്റ് ആയത്തുകളും മറ്റ് ഇൻസൈറ്റുകളും നമുക്ക് വഴിയുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.